20,000 രൂപയ്ക്ക് താഴെ ഒരു നല്ല ഫോൺ കണ്ടുപിടിക്കുക ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. CMF Phone 2 Pro, Poco X7, Oppo K13, ഈ സാധനം Realme P3, Vivo T4X, Moto G86 Power, Vivo T4R എന്നിങ്ങനെ. സോ ഈ കൂട്ടത്തിൽ നിന്നും ഉള്ളതിൽ ഭേദമായിട്ടുള്ള 3 ഫോണുകളാണ്. ഒന്ന് Poco X7, പിന്നെ Realme P3യും പിന്നെ Moto G86 Power. ഇതിൽ Poco X7 കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോസസർ ആയതുകൊണ്ട് അതിനെ നമ്മൾ ഒഴിവാക്കുന്നു. സോ ബാക്കി നമ്മുടെ കയ്യിലുള്ള ഈ 2 ഫോണുകളാണ്. ഇതിൽ രണ്ടിലും ഏതായിരിക്കും ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ കമ്പയർ ചെയ്ത് തീരുമാനിക്കാം. കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു മോട്ടറോള ഫോണിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ കാണുന്നത്. സോ P3യും G86 പവറും രണ്ടും ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റിൽ നമ്മൾ ഔട്ട്ഡോറിൽ കൊണ്ടുപോകുമ്പോഴാണ് P3നെക്കാളും എത്രയോ ബ്രൈറ്റ് ആണ് G86 പവർ എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ബ്രൈറ്റ്നസ്സിൽ മാത്രമല്ല, സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുവാണെങ്കിൽ മോട്ടറോളയിലുള്ളത് ഒരു 1.5K റെസൊല്യൂഷനുള്ള സൂപ്പർ HD POLED 120 ഹെർട്സിന്റെ 10-bit DCI P3 കളർ ഗാമറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. 4500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഉള്ള. ഓൺ ദി അതർ ഹാൻഡ് Realme P3യിലുള്ള ഈ ഫ്ലാറ്റ് ഡിസ്പ്ലേ ഇത് ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ഇത് 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണെങ്കിലും 8-bit ഡിസ്പ്ലേ ആണ് ആൻഡ് 2000 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. സോ റെസൊല്യൂഷനും ബ്രൈറ്റ്നസ്സിലും മാത്രമല്ല, ഈവൻ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ പോലും മോട്ടറോളയിൽ നോക്കുവാണെങ്കിൽ Gorilla Glass 7i ആണ്. റിയൽമിയിൽ നിങ്ങൾക്ക് Gorilla Glass ഒന്നും കൊടുത്തിട്ടില്ല. എന്നാൽ ബിൽഡ് ക്വാളിറ്റി വൈസ് രണ്ട് ഫോണും ഒരു രക്ഷയില്ല. രണ്ടും IP68 ആൻഡ് IP69 റേറ്റഡ് ആണ്. സോ ഡ്യൂറബിലിറ്റി വൈസ് ഒരു രക്ഷയുമില്ല. ഒരു ആഡഡ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മോട്ടറോളയിൽ ഒരു മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനും കൂടി ലഭിക്കുന്നുണ്ട്. സോ ഈ സെഗ്മെന്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്നത് മോസ്റ്റ് ഡ്യൂറബിൾ ഫോണും കൂടിയായിട്ട് ഇത് മാറി. രണ്ട് ഫോണിലെയും ക്യാമറ മോഡ്യൂൾസ് നോക്കുവാണെങ്കിൽ പ്രൈമറി ക്യാമറ 50 മെഗാപിക്സലിൻ്റെതാണ്. എന്നാൽ റിയൽമിയുടെ പ്രൈമറി 50 മെഗാപിക്സൽ ക്യാമറയിൽ ഒരു കാര്യം കുറവാണ്, വിച്ച് ഇസ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. എന്ന് മാത്രമല്ല കുറച്ചുകൂടി സുപ്പീരിയർ സോണിയുടെ ലിറ്റിയ 600 സെൻസറാണ് മോട്ടോ G86 പവറിൽ വരുന്നത്. ആൻഡ് രണ്ടിന്റെ ഫോട്ടോ സാമ്പിൾസ് ഇവിടെ കാണാം. ഇവിടെ കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലാവും, ഈ സുപ്പീരിയർ സെൻസർ ആയതുകൊണ്ട് തന്നെ ഫോട്ടോ ഔട്ട്പുട്ട് കുറച്ചുകൂടി നല്ലതാണെന്ന് മാത്രമല്ല, ഈവൻ നാച്ചുറലി കിട്ടുന്ന ബൊക്കെ, ഇപ്പോൾ ഈ രണ്ട് പൂവിൻ്റെ ഫോട്ടോ നോക്കുവാണെങ്കിൽ ആ ഒരു പൂവിൻ്റെ പുറകിൽ കാണുന്ന ഒരു നാച്ചുറൽ ബൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മോട്ടോയിലാണ് വരുന്നത്. ആൻഡ് ഈവൻ ഓവറോൾ HDR മാനേജ്മെന്റ് ആണെങ്കിൽ പോലും, സ്കിൻ ടോൺസ് ആണെങ്കിൽ പോലും, മൊത്തത്തിൽ ക്യാമറയിൽ ആ ഒരു സെൻസറിന്റെ വ്യത്യാസം കാരണമുള്ള പെർഫോമൻസ് എൻഹാൻസ്മെന്റ് മോട്ടോയിൽ കാണുന്നുണ്ട്. പ്ലസ് റിയൽമിയിലുള്ള ഈ രണ്ടാമത്തത് ഒരു 2 മെഗാപിക്സലിന്റെ ഡെപ്ത് ക്യാമറയാണ്. ഡെപ്ത് ക്യാമറ കൊണ്ട് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പോർട്രേറ്റ്സ് കിട്ടും. രണ്ട് ഫോണിൻ്റെയും പോർട്രേറ്റ് ഫോട്ടോസ് കാണിച്ചു തരാം. രണ്ടിൻ്റെയും അത്യാവശ്യം നല്ല തന്നെയാണ്. എഗെയിൻ ഡെപ്ത് ക്യാമറ ഉണ്ടായിട്ട് പോലും മോട്ടറോളയിലുള്ള പോർട്രേറ്റ്സിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ബൊക്കെ വരുന്നത് സീംലെസ് ആയിട്ടാണ്. അടുത്ത് ബൊക്കെ കുറവും ദൂരെ ബൊക്കെ കൂടുതൽ എന്നുള്ള രീതിയിലാണ്. ബട്ട് റിയൽമിയിൽ എല്ലായിടത്തും ഒരേ ബൊക്കെ പോലെയാണ് തോന്നുന്നത്. പക്ഷേ വേഴ്സറ്റാലിറ്റി നോക്കുവാണെങ്കിൽ മോട്ടറോളയിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും കൂടെ കിട്ടുന്നുണ്ട്. സോ അൾട്രാ വൈഡ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതിൽ തന്നെയാണ് നിങ്ങൾക്ക് മാക്രോ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നത്. ആൻഡ് മൂന്നാമതായിട്ട് നിങ്ങൾക്കൊരു എക്സ്ട്രാ സെൻസറും കൂടി മോട്ടറോളയിൽ കൊടുത്തിട്ടുണ്ട്. സോ 2 യൂസബിൾ ക്യാമറാസ് വരുന്നുണ്ട്. ഇതിൽ ഒരൊറ്റ യൂസബിൾ ക്യാമറയാണുള്ളത്. ഈവൻ വീഡിയോ ഡിപ്പാർട്ട്മെന്റ് നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോണിലും ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് 4K 30 FPS വീഡിയോ എടുക്കാം. രണ്ടിൻ്റെയും 4K 30 FPS വീഡിയോ സാമ്പിൾ ഇവിടെ കാണാൻ പറ്റും. ഒരു കാര്യം കൃത്യമായിട്ട് റിയൽമിയിൽ നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് സ്റ്റെബിലൈസേഷൻ ആണ്. ബിക്കോസ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ റിയൽമിയിൽ കിട്ടുന്നില്ല, മോട്ടറോളയിൽ അതുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഓടി നടന്നൊക്കെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് സ്റ്റേബിൾ ആയിട്ടും സ്മൂത്ത് ആയിട്ടുള്ള ഫൂട്ടേജസ് കിട്ടുന്നുണ്ട്. ഈവൻ രണ്ട് സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് 1080p 60 FPS വീഡിയോ എടുക്കാൻ പറ്റും. ഇവിടെയാണെങ്കിലും ആ ഒരു OISന്റെ കുറവ് നമുക്ക് റിയൽമിയുടെ ആ ഒരു ഫൂട്ടേജിൽ കാണാൻ പറ്റും. ആൻഡ് ഈവൻ മോട്ടറോളയിലെ അൾട്രാ വൈഡ് ക്യാമറയിലും നിങ്ങൾക്ക് 4K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാം. 8 മെഗാപിക്സലിൻ്റെതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻഡ് വീഡിയോ, ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ബട്ട് ഫ്രണ്ടിൽ സെൽഫീസ് നോക്കുവാണെങ്കിൽ രണ്ടിലും പഞ്ച് ഹോൾ സെൽഫി ക്യാമറാസ് ആണ്. റിയൽമിയിൽ നിങ്ങൾക്കൊരു 16 മെഗാപിക്സലിൻ്റെ ക്യാമറ, മോട്ടറോളയിൽ നിങ്ങൾക്കൊരു 32 മെഗാപിക്സലിൻ്റെ ക്യാമറ. രണ്ടിനെയും ഫോട്ടോ സാമ്പിൾ കാണിച്ചു തരാം. ക്ലിയർലി എക്സ്ട്രാ മെഗാപിക്സൽസ് ഉള്ളത് കൊണ്ട് തന്നെ സൂം ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമുക്ക് മോട്ടറോളയിൽ കിട്ടുന്നുണ്ട്. എന്ന് മാത്രമല്ല റിയൽമിയിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ 1080p 30 FPSലാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. മോട്ടറോളയിൽ ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് 4K 30 FPSൽ വീഡിയോ എടുക്കാം. വിച്ച് മീൻസ് മോട്ടറോളയിലെ എല്ലാ ലെൻസുകളിൽ നിന്നും നിങ്ങൾക്ക് 4K 30 FPS വീഡിയോ എടുക്കാം. ഈ ഒരു ഓഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റിയൽമി P3യുടെ ഫ്രണ്ട് ക്യാമറയിൽ നിന്നുമുള്ള റെക്കോർഡിങ്ങിൽ നിന്നുമാണ്. ആൻഡ് ഈ ഒരു ഓഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മോട്ടോ G86 പവറിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ റെക്കോർഡിങ്ങിൽ നിന്നുമാണ്. ക്യാമറ ഇവിടെ രണ്ടിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ റിയൽമി കുറച്ചുകൂടി ഒരു മെറ്റാലിക് ഫിനിഷ് പോലെ തോന്നും. ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളി കാർബണേറ്റ് ആണ്. നമ്മുടെ മോട്ടറോള നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്രീമിയം വീഗൻ ലെതറിലാണ് വരുന്നത്. തൊട്ട് നോക്കുമ്പോൾ പോലും ആ ഒരു വ്യത്യാസം, ഫിനിഷിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് അഗൈൻ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലേശം ഒരു പൊടിക്ക് റിയൽമിയാണ് കുറച്ചുകൂടി തിന്നായിട്ടുള്ള ഫോൺ. എങ്കിലും രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെ ഫിസിക്കൽ ഓറി നോക്കുകയാണെങ്കിൽ താഴെ നിങ്ങൾക്ക് സ്പീക്കർ ഗ്രിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളത് കാണാം. Type-C പോർട്ട് ഉണ്ട്. മൈക്രോഫോൺ ഉണ്ട്. റിയൽമിയിൽ താഴെയാണ് നിങ്ങൾക്ക് സിം ഇടാൻ പറ്റുന്ന ട്രേ വരുന്നത്. മോട്ടറോളയിൽ നിങ്ങൾക്ക് അത് സൈഡിലാണ് വരുന്നത്. മുകളിലായിട്ട് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ ഉണ്ട്. റിയൽമിയിൽ മുകളിൽ ഇവിടെ ആയിട്ടാണ് സ്പീക്കർ വരുന്നത്. മോട്ടറോളയിൽ ഇയർ പീസ് തന്നെയാണ് സെക്കൻഡറി സ്പീക്കറായിട്ട് വർക്ക് ചെയ്യുന്നത്. രണ്ടിനെ സ്പീക്കർ സാമ്പിൾസ് കേട്ട് നോക്കാം.
രണ്ട് സ്മാർട്ട് ഫോൺസിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടെങ്കിലും മോട്ടറോളയിൽ ആ ഒരു ഡോൾബി അറ്റ്മോസിൻ്റെയും ഹൈറസ് ഓഡിയോനെ സപ്പോർട്ടിലുണ്ട് കുറച്ചുകൂടി ബെറ്റർ ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇനി രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെയും പെർഫോമൻസും റിയൽമിയിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 6 Gen 4 ചിപ്പാണ്, മോട്ടറോളയിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7400 ചിപ്പാണ്. രണ്ടും സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുവാണെങ്കിൽ രണ്ടും ഈക്വലി പെർഫോമിംഗ് ചിപ്പാണ്. ഇതിനകത്ത് ഞാൻ AnTuTu സ്കോർ റൺ ചെയ്ത് നോക്കി. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഒറ്റ നോട്ടത്തിൽ നമ്മൾ AnTuTu സ്കോർ കാണുമ്പോൾ എങ്ങനെയാണ്, നമ്മുടെ റിയൽമിയിലുള്ള AnTuTu സ്കോർ ഏകദേശം 7.1 ലാക്കോളം വരുന്നുണ്ട്. മോട്ടറോളയിൽ AnTuTu സ്കോർ ഏകദേശം 6.6 ലാക്സ്, ഒരു 7 ലാക്ക് നിയറിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് റിയൽമി ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് തോന്നും. പക്ഷേ മോട്ടറോളയിൽ ഞാൻ റൺ ചെയ്തത് AnTuTu 3D ആണ്, എന്നാൽ റിയൽമിയിൽ ഞാൻ റൺ ചെയ്തിരിക്കുന്നത് AnTuTu 3D ലൈറ്റ് ആണ്. ഇത് AnTuTu 3D സപ്പോർട്ട് ചെയ്യില്ല, കാരണം ഇതിൻ്റെ GPU OpenGL മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്നാൽ മോട്ടറോളയുടെ GPU നിങ്ങൾക്ക് വൾക്കൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വിച്ച് മീൻസ് രണ്ടിലും നടത്തിയിരിക്കുന്ന ഗ്രാഫിക്സ് ഇൻറ്റൻസിറ്റി ടെസ്റ്റുകൾ വ്യത്യാസമുണ്ട്. ആൻഡ് രണ്ടിൻ്റെയും സ്റ്റോറേജ് സ്കോർ നോക്കുമ്പോൾ റിയൽമി ഏകദേശം 75,000ഉം നമ്മുടെ മോട്ടറോള ഏകദേശം 62,000ഉം വരുന്നുണ്ട്. ബട്ട് റിയൽ ലൈഫ് യൂസർ എക്സ്പീരിയൻസിൽ ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് വരില്ല. എന്നാലും മോട്ടറോളയുടെ ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8GB RAM and 128GB സ്റ്റോറേജിലാണ്. റിയൽമി സ്റ്റാർട്ട് ചെയ്യുന്നത് 6GB RAM and 128GB സ്റ്റോറേജിലാണ്. രണ്ട് ഫോണിൽ നിങ്ങൾക്ക് വിർച്വൽ റാമിന്റെ സപ്പോർട്ട് ഉണ്ട്. റിയൽമി അതിനെ റാം എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നു. ഈ ഫോണിൽ അപ് ടു 8GB വരെയാണ് കിട്ടുന്നത്. മോട്ടറോള അതിനെ റാം ബൂസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇവിടെ ഞാൻ ശ്രദ്ധിച്ച ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതിനകത്ത് 16GB വരെ റാം ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, വിച്ച് മീൻസ് അറൌണ്ട് 24GBയുടെ ഒരു ടോട്ടൽ വിർച്വൽ പ്ലസ് ഫിസിക്കൽ റാമിന്റെ ഒരു ടോട്ടൽ വരുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, രണ്ടിനെയും പ്രോസസ്സേഴ്സ് എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് ഒപ്റ്റിമൈസേഷനും UI അനുസരിച്ചിരിക്കും. നമ്മൾ രണ്ടിനെ UI കമ്പയർ ചെയ്യുകയാണെങ്കിൽ മോട്ടറോളയിൽ നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിട്ടുള്ള UI ആണ്. സോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സോ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു UI ഇഷ്ടപ്പെടും. എന്നാൽ മറുഭാഗത്ത് റിയൽമിയുടെ UI നമ്മൾ കാണുവാണെങ്കിൽ ഡീഫോൾട്ടായിട്ട് നമ്മൾ ഓൺ ആക്കുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ചവറ് കണക്കിന് ആപ്ലിക്കേഷൻ, അക്വാ ബ്ലോക്സ്, ബബിൾ ബ്ലാസ്റ്റ്, ബോൾട്ട് അഡ്വഞ്ചർ, ബബിൾ പോപ്പ്, കളക്ട് ബോൾ എന്നിങ്ങനെ ഒട്ടനവധി അഡ്വർടൈസ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട്. ഈവൻ ഹോട്ട് ആപ്സ് കിട്ടുന്നുണ്ട്, ഹോട്ട് ഗെയിംസ് കിട്ടുന്നുണ്ട്. നമ്മുടെ സെർച്ച് ബാറിൽ വരുവാണെങ്കിൽ സെർച്ച് ബാറിൽ പോലും നിങ്ങൾക്കിത് ടോപ്പ് ആപ്സ് ആയിട്ട് ഈവൻ റമ്മി ആപ്ലിക്കേഷനൊക്കെ പോലും റെക്കമെൻഡേഷനിൽ വരുന്നുണ്ട്. ഇത്തരത്തിൽ കുറേ റെക്കമെൻഡേഷൻസ് ആൻഡ് ആഡ്സ് പ്രീ ബേക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് യൂസർ എക്സ്പീരിയൻസിനെ ബാധിക്കും. എന്നാലും 6000 mAh ബാറ്ററിയാണ് നിങ്ങൾക്ക് റിയൽമി P3യിൽ വരുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്, ബോക്സിനകത്തും കിട്ടുന്നുണ്ട്. മറുഭാഗത്ത് മോട്ടോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6720 mAh ബാറ്ററിയാണ് വരുന്നത് വിത്ത് 33 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്. ബോക്സിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ ചാർജറും കേബിളും ഉണ്ട്. സോ ഫാസ്റ്റ് ചാർജിങ് വൈസ് റിയൽമി കുറച്ചുകൂടെ പെട്ടെന്ന് ചാർജ് ആവുമെങ്കിലും ബാറ്ററി ബാക്കപ്പ് രണ്ടിനെ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ബാറ്ററി കപ്പാസിറ്റി മോട്ടറോളയിലാണ് കൂടുതൽ. ആൻഡ് റിയൽമിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള UIയും കൂടെ ആയതുകൊണ്ട് ഓവറോൾ നിങ്ങൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് മോട്ടറോളയിലാണ് കിട്ടുന്നത്. കൂടാതെ മോട്ടോയിൽ മാത്രം കിട്ടുന്ന ചില എക്സ്ട്രാ ഫീച്ചേഴ്സ് ലൈക്ക് ഇപ്പോൾ മോട്ടോ സെക്യൂർ, തിങ്ക് ഷീൽഡ് സെക്യൂരിറ്റി, അതേപോലെ മോട്ടോയുടെ ഫാമിലി സ്പേസസ്, സ്മാർട്ട് കണക്ട് എന്നിങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട്. ഓൾസോ 5G ബാൻഡ്സിൻ്റെ കാര്യത്തിൽ റിയൽമി P3യിൽ നിങ്ങൾക്ക് 9 5G ബാൻഡുകളാണ് ലഭിക്കുന്നത്. മോട്ടോ G86 പവറിൽ നിങ്ങൾക്ക് 11 5G ബാൻഡുകൾ ലഭിക്കുന്നുണ്ട്. സോ കണക്ടിവിറ്റി വൈസും കുറച്ചുകൂടി ബെറ്റർ ആണ്. റിയൽമി P3 3 കളേഴ്സ് വരുന്നുണ്ട്, സ്പേസ് സിൽവർ, കോമറ്റ് ഗ്രേ, നെബുല പിങ്ക്. മോട്ടോ G86 പവർ നിങ്ങൾക്ക് 3 പാൻറ്റോൺ ക്യൂറേറ്റഡ് കളേഴ്സ് ാണ് വരുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഗോൾഡൻ സിപ്രസ് ആണ്, കൂടാതെ കോസ്മിക് സ്കൈയും സ്പെൽ ബൗണ്ടും ഉണ്ട്. എല്ലാം പ്രീമിയം വീഗൻ ലെതർ ഫിനിഷിലാണ് വരുന്നത്. സോ ഓവറോൾ ഐ വുഡ് സേ രണ്ടും ഓൾമോസ്റ്റ് ഈക്വലി പ്രൈസ്ഡ് ആണ്, 16,999 rupees. അപ്പോൾ ആ ഒരു പ്രൈസിന് ഈവൻ കമ്പയർ ടു അതർ കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ പ്രൈസിന് ഇപ്പോൾ മേടിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോണായിട്ട് എനിക്ക് തോന്നുന്നു മോട്ടോ G86 പവർ ആണെന്ന്. റിയൽമി P3 ഓൾറെഡി വിപണിയിലുണ്ട്. മോട്ടോ G86 പവർ ഈ വരുന്ന ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ഫസ്റ്റ് സെയിൽ നടക്കാനായിട്ട് പോകുന്നത്. ഫ്ലിപ്കാർട്ടിൽ കിട്ടും, പിന്നെ മോട്ടറോളയുടെ വെബ്സൈറ്റിലും ഉണ്ട്, ആൻഡ് റീറ്റെയിൽ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് കമൻറ്റിലൂടെ അറിയിക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.